പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ 11ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. A 1 meter long rod is cut into two pieces. One piece is bent to form a square and the other bent to form an equilateral triangle. Then 3 times one side of the square and 2 times one side of the triangle added to get 71 centimeter. At what length the rod cut off? അതായത് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡ് അതിനെ 2 കഷ്ണമാക്കി മാറ്റുന്നു. അങ്ങനെ 2 കഷ്ണമാക്കി മാറ്റുമ്പോൾ ഒരു കഷ്ണം വളച്ചിട്ട് ഒരു സ്ക്വയർ ആക്കും, മറ്റേ കഷ്ണം വളച്ചൊരു ഈക്വിലാറ്റർ ട്രയാങ്കിൾ ആക്കും. അങ്ങനെ ആക്കി കഴിയുമ്പോൾ ആദ്യത്തെ സ്ക്വയറിന്റെ 1 സൈഡിന്റെ 3 ടൈംസും ഈക്വിലാറ്റർ ട്രയാങ്കിളിന്റെ 1 സൈഡിന്റെ 2 ടൈംസും കൂടി ആഡ് ചെയ്താൽ 71 സെന്റിമീറ്റർ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പോയിന്റിൽ വെച്ചാണ് 1 മീറ്റർ ലെങ്ത് ഉള്ള റോഡ് കട്ട് ചെയ്യേണ്ടത്? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യം മനസ്സിലായല്ലോ. ഇതാണ് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ, ഒരു റോഡ്. അതിനെ 2 കഷ്ണമാക്കി, ഒരെണ്ണം ഇത് ഒരെണ്ണം ഇത്. ഈ കഷ്ണം വിളച്ച് ഒരു സ്ക്വയറും ഈ കഷ്ണം വിളച്ച് ഒരു ഈക്വിലാറ്റർ ട്രയാങ്കിളും ആക്കും. ഇതൊരു സ്ക്വയർ ആക്കി, ഇതൊരു ഈക്വിലാറ്റർ ട്രയാങ്കിൾ ആക്കി. ഇനി ഈ സ്ക്വയറിന്റെ 1 സൈഡ് ഞാൻ എക്സ് എടുക്കുന്നു, ഈക്വിലാറ്റർ ട്രയാങ്കിളിന്റെ 1 സൈഡ് വൈ എടുക്കുന്നു. അതായത് സമചതുരത്തിന്റെ ഒരു വശം എക്സ് എന്നും സമഭുജത്രികോണത്തിന്റെ ഒരു വശം വൈ എന്നും എടുക്കുന്നു. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്ന ഈ പീസിന്റെ ലെങ്തും ഈ പീസിന്റെ ലെങ്തുമാണ്. അപ്പോൾ ഇതിന്റെ 1 സൈഡ് എക്സ് ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ കഷ്ണം വളച്ചാണ് സ്ക്വയർ ആക്കിയിരിക്കുന്നത്. ഇതിന്റെ 1 സൈഡ് എക്സ് എന്ന് പറഞ്ഞാൽ 4x ആണ് ഇതിന്റെ പെരിമീറ്റർ. അപ്പൊ ഈ ലെങ്ത് ആണ് ഈ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് പീസ് ഈസ് 4x ആൻഡ് ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പീസോ, ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇത് y ആണ്. 3y 3y ആണ് ഈ ലെങ്ത്. അതായിരിക്കണം ഇത്. പെരിമീറ്റർ ഓഫ് ദി ഈക്വിലാറ്റർ ട്രയാങ്കിൾ ഈസ് 3y. ദാറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പീസ്. ഫസ്റ്റ് പീസിന്റെ ലെങ്ത് 4x, സെക്കൻഡ് പീസിന്റെ ലെങ്ത് 3y. അപ്പോൾ ഈ 4x 3y ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് പീസ് 4x, ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പീസ് 3y. ക്ലിയർ ആണല്ലോ. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ കണ്ടീഷൻ ടോട്ടൽ ലെങ്ത് 1 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 4xും ഈ 3yയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മീറ്റർ നമ്മൾ 100 സെന്റിമീറ്റർ നിർത്തും. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4x + 3y ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഒരു കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിയ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്തെന്താണ്? 1 മീറ്റർ ലെങ്ത് ഉള്ള റോഡ് എടുക്കുന്നു, അതിനെ 2 കഷ്ണമാക്കി, ഒരെണ്ണം വളച്ച് സ്ക്വയർ ആക്കി, ഒരെണ്ണം വളച്ച് ഈക്വിലാറ്റർ ട്രയാങ്കിൾ ആക്കി. സ്ക്വയറിന്റെ 1 സൈഡാണ് നമ്മൾ എക്സ് എടുത്തത്, ഈക്വിലാറ്റർ ട്രയാങ്കിളിന്റെ 1 സൈഡാണ് വൈ എടുത്തത്. സ്ക്വയറിന്റെ 1 സൈഡ് എക്സ് ആവുമ്പോൾ ഈ ലെങ്ത് ഓഫ് ദി പീസ് എന്ന് പറഞ്ഞാൽ 4x ആണ്. ഈക്വിലാറ്റർ ട്രയാങ്കിളിന്റെ 1 സൈഡ് വൈ ആവുമ്പോൾ ലെങ്ത് ഓഫ് ദി പീസ് എന്ന് പറഞ്ഞാൽ 3y ആണ്. അപ്പോൾ 4xും 3y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ ടോട്ടൽ ലെങ്ത് 1 മീറ്റർ എന്നാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4x + 3y = 100 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത കേസിൽ എന്താണ്? 3 ടൈംസ് ഫസ്റ്റ്, അതായത് 3 ടൈംസ് സൈഡ് ഓഫ് ദി സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ 3 ടൈംസും ഈക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ 2 മടങ്ങും 2 ടൈംസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 71 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ വി ഹാവ് ദി സെക്കൻഡ് ഇക്വേഷൻ 3x + 2y = 71 centimeter. So 2 unknowns and 2 equations we got. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇത് സോൾവ് ചെയ്യുന്ന നമുക്കറിയാം. ഇതിനകത്ത് ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 2 രണ്ടും ഈക്വൽ അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് വൺ ഓഫ് ദി വേരിയബിൾ ഈസ് ടു ബി മെയ്ഡ് ഈക്വൽ. അപ്പോൾ ഇവിടെ 3, ഇവിടെ 2 ആണ്. അപ്പൊ ചെറിയ നമ്പർ എടുക്കുന്നതായിരിക്കും. നമുക്ക് ഏത് വേണമെങ്കിലും ഈക്വൽ ആക്കാം. വൈയുടെ കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കാം, അല്ലെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കാം. അപ്പോൾ വൈയുടെ കോഎഫിഷ്യന്റ് ആണ് ഈക്വൽ ആക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 3 × 2 6, അപ്പോൾ 2 × 3 6, 3 × 2 6. അപ്പോൾ അവിടെ 2 6 വരും. അപ്പോൾ ഈ 2 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷൻ ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ × 2. അപ്പോൾ എന്താ വരിക? 4x + 3y × 2 = 2 × 100. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? 2 × 4x 8x, 2 × 3y 6y = 200. അപ്പോൾ 8x +
6y equal to 200. 2 into 4 8, 2 into 3 6. അപ്പോൾ 8x plus 6y equal to 200. ഇനി അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ വൈയുടെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ ചെറിയ നമ്പർ എടുക്കാണ് എളുപ്പം. ഇത് എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കി എടുക്കാം. ഏത് വേണമെങ്കിലും ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ 3 into സെക്കൻഡ് ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ into 3. അപ്പോൾ 3 into 3x plus 2y equal to 3 into 71. അപ്പോൾ 3 into 3 എന്ന് പറഞ്ഞാൽ 9x plus 3 into 2 6y equal to 3 into 71. അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ 9x plus 6y equal to 230. അപ്പോൾ മറ്റൊരു ഇക്വേഷൻ, അതായത് ഇതിനകത്ത് 1 എന്ന ഇക്വേഷൻ സമാനമായ ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടി, 2 എന്ന ഇക്വേഷൻ സമാനമായ ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടി. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഇവിടെ രണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ 6y സെയിം ആണ്. ഇവിടെ 8x plus 6y 200 എന്ന് നമുക്കറിയാം. 8x plus 6y equal to 200. അപ്പൊ ഈ 8x plus 6y 200 ആയതുകൊണ്ട് ഈ 9x നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ x plus 8x എന്ന് എഴുതിയാൽ പോലെ 9x എന്ന് പറഞ്ഞാൽ x ഉം 8x കൂടി ആഡ് ചെയ്യുന്നതാ. അപ്പോ ഈ 9x നെ സ്പ്ലിറ്റ് ചെയ്ത് x plus 8x, ഈ 9x ന് പകരമാണ് കേട്ടോ 1x ഉം 8x കൂടി ആഡ് ചെയ്യുന്നതാണ് 9x. ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ അതായത് ഈ ഇക്വേഷനിൽ 9x നെ സ്പ്ലിറ്റ് ചെയ്ത് x plus 8x എന്ന് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഈ 8x plus 6y എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 200 ആണ്. അപ്പൊ ഇതിന്റെ പ്ലേസിൽ 200 എഴുതാം. അപ്പൊ x plus 200 equal to 239. അതായത് ഇതിന്റെ സ്ഥാനത്ത് ഈ x ഇതുപോലെ തന്നെ ഇതിന്റെ പ്ലേസിൽ ഏതാണ് 200 എന്നും എഴുതി. അപ്പോൾ എക്സിന്റെ കൂടെ 200 കൂട്ടുമ്പോൾ 239 ആണ്. എക്സ് എത്രയാണ്? 13 200 213. അപ്പൊ എക്സ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. അല്ലെങ്കിൽ 213 minus 200, adding 200 goes to that side, becomes subtracting 200. അപ്പോൾ x equal to 213 minus 200, that is സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. എക്സും 200 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 230. അപ്പോൾ 13 200 ആഡ് ചെയ്താൽ 213 കിട്ടുള്ളൂ. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 13 അങ്ങനെ ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നീ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഏതെങ്കിലും ഒരു ആദ്യത്തെ ഇക്വേഷൻ ഇതിലെടുക്കുക. 3x plus 2y equal to 71 എക്സിന്റെ സ്ഥാനത്ത് 13 കൊടുക്കുക. അപ്പോൾ 3 into 13 plus 2y, ഈ 2y അതുപോലെ തന്നെ ഈക്വൽ ടു 71 കിട്ടും. അതായത് എക്സിന്റെ പ്ലേസിൽ 13 എന്ന് കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. ഇവിടെ കിട്ടിയ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 into 13 എന്ന് പറയുന്നത് 39 plus 2y equal to 71. 2y is equal to 71 minus 39. ക്ലിയർ ആയോ? അപ്പോൾ y is equal to എന്ത് വരും? 2y equal to 32 എന്നായി. അപ്പോൾ y എന്ത് വരും? 32/2, that is 16. അപ്പോൾ y equal to 16 എന്ന് കിട്ടി. അപ്പോൾ x നമുക്ക് കിട്ടി എത്ര? x 13, y equal to 16. നമ്മളോട് ചോദിച്ചിരുന്ന at what length the road is to be cut off ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പീസിന്റെ ലെങ്ത് 4x ആയിരുന്നു. അപ്പോൾ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് 13. അപ്പോൾ 4 into 13, അതായത് 4 into 13 എന്ന് പറഞ്ഞാൽ 52 സെന്റിമീറ്റർ ആണ് ആദ്യത്തെ പീസിന്റെ ലെങ്ത്. രണ്ടാമത്തെ പീസിന്റെ ലെങ്ത് 3 into y എന്ന് പറഞ്ഞപ്പോൾ കിട്ടി 16, അതായത് 48. അപ്പോൾ ഓരോ പീസിന്റെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് പീസ് 52 സെന്റിമീറ്റർ, ലെങ്ത് ഓഫ് ദി സെക്കൻഡ് പീസ് 48 സെന്റിമീറ്റർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.